പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചില തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പറയാറുണ്ട്, വോട്ടെണ്ണലിന്റെ ദിവസം രാവിലെ ഇത്ര മണിക്ക് ഈ സ്ഥാനാർത്ഥി ജയിക്കും. ചിലപ്പോൾ കുറച്ച് അമിത ആത്മവിശ്വാസമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഈ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വോട്ടെണ്ണൽ ദിവസം കാണുന്നത് ഏതാണ്ട് 9:30 തന്നെ മണ്ഡലങ്ങളിലുള്ള ട്രെൻഡ് ഏതാണ്ട് വ്യക്തമാകുന്നു, അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കുമെന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അത് പ്രകാരം വേണമെങ്കിൽ നമുക്ക് പറയാം, രാവിലെ 9:30 ആകുമ്പോൾ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു, ചേലക്കരയിൽ UR പ്രദീപും ജയിക്കുന്നു. അങ്ങനെ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുന്നു. അതേസമയം ചേലക്കര 1996 മുതൽ തുടർച്ചയായി LDF വിജയിപ്പിച്ചു വന്ന മണ്ഡലം ഒരിക്കൽ കൂടി LDF അനുകൂലമായി വിധി എഴുതുന്നു. UR പ്രദീപ് മുൻ MLA കൂടിയാണ്. അദ്ദേഹം K രാധാകൃഷ്ണന്റെ പിൻഗാമിയായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നു എന്ന് ഉറപ്പിക്കാം. അതേസമയം വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ, ചിലപ്പോൾ റെക്കോർഡിലേക്ക് എത്താവുന്ന ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധിയും വിജയിച്ച് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു പ്രതിനിധിയായി ലോക്സഭയിലേക്ക്, ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ആദ്യമായി പോകുന്നു എന്നും പറയാവുന്ന ഒരു സാഹചര്യം. സമയം രാവിലെ 9:30 ആയപ്പോൾ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതില് ഇപ്പോൾ പാലക്കാട്, ഇപ്പോൾ നമ്മൾ ഈ മനസ്സുകൊണ്ട് ഓരോ പൗരനും അല്ലെങ്കിൽ ഓരോ മാധ്യമപ്രവർത്തകർ പോലും അങ്ങനെ മനസ്സുകൊണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് അത് കൂടുതൽ പ്രകടമാണ്, അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളിലെ തന്നെ മാധ്യമപ്രവർത്തകർ ചിലർ ഏതെങ്കിലുമൊക്കെ പക്ഷത്ത് നിന്നുകൊണ്ട്, ചിലർ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നുകൊണ്ടൊക്കെയാണ് അത്തരത്തിൽ ഈ ഡിബേറ്റുകളിൽ ഏർപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം തന്നെ ആ നിലയ്ക്കുള്ള ചർച്ചയും. അപ്പൊ അത് ഒരു വീറും വാശിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി ബെറ്റ് വെക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പവും ചേലക്കരയിൽ രമ്യ ഹരിദാസിനൊപ്പവുമാണ് മനസ്സുകൊണ്ട് നിന്നത്. കാര്യം അങ്ങനെ നിൽക്കുമ്പോഴാണ്, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ആ മത്സരവും അതിന്റെ ഈ ഫലപ്രഖ്യാപനം വരുന്ന സമയത്തൊക്കെ വലിയൊരു ആവേശം, കൂടുതൽ ആവേശം ഉണ്ടാകുന്നത്. പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സൂചനകൾ തന്നെയാണ് വന്നിരുന്നത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഏറ്റവും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളായ രാഷ്ട്രതന്ത്രജ്ഞൻ ഡോക്ടർ ഗോപകുമാർ സാറിനെ തന്നെ കൊണ്ടുവന്നിരുത്തി ആ ഒരു അവലോകനം നടത്തുമ്പോഴും അദ്ദേഹം കൃത്യമായും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നു എന്ന് ഉറപ്പിക്കുന്ന സമയത്തിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് ചേലക്കരയിലേക്ക് വരുമ്പോൾ, ചേലക്കരയിൽ ഇപ്പോ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ മണ്ഡലത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ മണ്ഡലത്തിൽ CPM തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ എത്ര വലിയ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. 2001 ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2001 100 സീറ്റ് UDF കേരളം നൽകിയ സമയത്ത് പോലും ചേലക്കര പോയിട്ടില്ല. അതുപോലെ കഴിഞ്ഞ തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 140 നിയമസഭാ മണ്ഡലങ്ങളായി കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ ആകെ 19 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് LDF ലീഡ് കിട്ടിയിരുന്നത്. അതിൽ ഒരു മണ്ഡലമായിരുന്നു ചേലക്കര എന്ന് പറയുമ്പോൾ, ചേലക്കര അത്രയും പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ അടിത്തറയുള്ള ഈ മണ്ണിനോട് ചേർന്ന മനുഷ്യരെന്നൊക്കെ പറയുന്നത് പോലെ പാർട്ടിയോട് ചേർന്ന് കിടക്കുന്ന, മണ്ണിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ പാർട്ടിയോട് ചേർന്ന് കിടക്കുന്ന മനസ്സുള്ളൊരു മണ്ഡലമാണ്. 2, അവിടെ UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരിക്കാൻ കാരണമില്ല. ഇപ്പോൾ ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് നാട്ടിൽ നിന്ന് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. അപ്പം ഞാൻ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞാനിപ്പോൾ സൗദിയിലാണ്, അപ്പോൾ അവിടുത്തെ ഒരു ഇക്കായാണ്. അദ്ദേഹം മറ്റൊരു ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ അദ്ദേഹം ചേലക്കരയിലെ വോട്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ UR പ്രദീപ് ജയിക്കും, ചെക്കൻ ജയിക്കാനാണ് സാധ്യത, ചെക്കൻ നമ്മുടെ ചെക്കനാണ്, അവൻ എന്ത് കാര്യത്തിനും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നയാളാണ്. അപ്പം അത് ഒരാളിന്റെ ഒരു വോട്ടറിന്റെ, ചേലക്കരയിലുള്ള ഒരു വോട്ടറിന്റെ പ്രതികരണമാണെങ്കിൽ പോലും UR പ്രദീപിനെ അവരുടെ സ്വന്തമായിട്ടാണ് അവർ കാണുന്നത്. അവിടുത്തെ ഒരു ശരാശരി വോട്ടറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ UR പ്രദീപിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ചേലക്കരയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ലീഡിൽ നമ്മൾ കാണുന്നുണ്ട്. 10,000 15,000 ഒക്കെ കടക്കുന്ന ഒരു ലീഡിലേക്ക് ചേലക്കരയിൽ UR പ്രദീപ് പോകുമെന്നാണ് ഇപ്പോഴത്തെ മോർണിംഗ് ട്രെൻഡ്, രാവിലത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം പാലക്കാട് നമ്മളൊരു 5,000 വോട്ടിന് പുറത്തൊരു ലീഡ് പ്രതീക്ഷിക്കുന്നു, ഉണ്ടായേക്കാം. 5,000 മുതൽ 7,000 വരെ വോട്ടുകളുടെ ലീഡിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഇനി പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുമ്പോൾ, പ്രിയങ്ക ഗാന്ധി
വലിയ മാർജിനിൽ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അത് റെക്കോർഡ് ഭൂരിപക്ഷമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ 1,36,000 കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഒന്ന്, ഈ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴും പാർട്ടി പോക്കറ്റുകളിൽ പാർട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ട് ഇതിനെ കണ്ടാൽ പോലും അത് CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയി മത്സരം നടന്ന പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ സകല അടവുകളും പയറ്റിയിട്ടും അവിടെ രാഹുൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് 2 പേരുകൾ എടുത്തു പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി അവിടെ പോയി പ്ലേസ് ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോഴും സത്യത്തിൽ പാലക്കാട് മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതോ ഷാഫി പറമ്പിൽ തന്നെയാണോ എന്നൊരു സംശയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം തുടക്കം മുതൽ, ആദ്യ മിനിറ്റുകൾ മുതൽ അവസാന മിനിറ്റുകൾ വരെ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കാൻ, ആ സ്ഥാനാർത്ഥിക്ക് ഓടിയെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പകരം ഓടിയെത്താൻ, എനിക്ക് തോന്നുന്നു പാലക്കാട് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഷാഫി പറമ്പിൽ എന്ന ആ യുവ MP ആണ്, പാലക്കാടിന്റെ മുൻ MLA ആണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ, അദ്ദേഹത്തിൻ്റെതായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ KPCC ആ കാര്യം അവതരിപ്പിച്ച് അവിടെ നിന്നുള്ള അംഗീകാരം നേടിയെടുത്ത് നേരെ ഹൈക്കമാൻഡിലേക്ക് പോകുന്നു. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു പിൻഗാമിയെ കേരള രാഷ്ട്രീയത്തിൽ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച്, അതും തെക്കൻ ജില്ലക്കാരനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവ് കൂടുതൽ പവർഫുൾ ആകുന്നു, അല്ലെങ്കിൽ അതിശക്തനായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോ ഒരു ഷാഫി പറമ്പിലിന്റെ ആ നിരയിലുള്ള മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഒരു താരമുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഓരോ വിവാദത്തിലും കൃത്യമായി പറയേണ്ട മറുപടി, പ്രതികരണങ്ങളെല്ലാം വളരെ അളന്ന് കുറിച്ച്, അതുപോലെ തന്നെ ഈ ത്രില്ലറിന് ഈ മസാലകൾ ചേർക്കേണ്ടിയിടത്ത് മസാലകൾ ചേർത്തൊക്കെ കൊടുത്ത് വളരെ കൃത്യമായി ഈ ക്യാമ്പയിൻ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒരു UDF-നെ ഒരു ക്യാമ്പ് എന്ന നിലയിൽ തന്നെ UDF-നെ മുന്നോട്ട് നയിക്കുകയും ഒക്കെ ചെയ്യാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഷാഫി പറമ്പിലാണ് എന്ന്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ, അദ്ദേഹത്തിനും ഈ വിജയം, പാലക്കാട്ടെ വിജയം, അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDF-നെ നയിക്കുന്നത്, UDF-ന്റെ നേതാവെന്ന് പറയുന്നത് VD സതീശനായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് പാലക്കാട്ടെ വിജയം. കാരണം ഒരുപാട് വിവാദങ്ങളുടെ പുറത്തു നിന്ന്, ആ വിവാദങ്ങളുടെയൊക്കെ മുകളിലാണ് ഇങ്ങനൊരു വിജയം കെട്ടിപ്പൊക്കിയത് എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ചും BJP ജയിക്കാനുള്ള നല്ല സാധ്യത ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ ഒരു നേതാവ് അപ്പുറത്തേക്ക് മാറിപ്പോയി മത്സരിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ VD സതീശന്റെ ഒക്കെ അനുഗ്രഹാശിസുകളോടെ സന്ദീപ് വാര്യർ അവസാന നിമിഷം കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലവിധമായ വെല്ലുവിളികൾ ഒക്കെ അതിജീവിച്ചും പാലക്കാട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജയിക്കുമ്പോൾ അതിൽ കൃത്യമായും VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട്. അദ്ദേഹം ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, പാലക്കാടും ചേലക്കരയിലും ഒരുപോലെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയത്, അല്ലെങ്കിൽ നമ്മൾ കളി മെനയുക എന്നൊക്കെ പറയുന്നത് പോലെ പ്ലേ മേക്കർ എന്ന് പറഞ്ഞത് കൃത്യമായിട്ടും ഇത് മൊത്തത്തിൽ അത് VD സതീശനായിരുന്നു. അദ്ദേഹത്തെ വേണമെങ്കിൽ നമ്മൾ ഈ കാൽപന്തിന്റെ ഭാഷയിൽ, ഫുട്ബോളിന്റെ ഭാഷയിൽ വിശേഷിപ്പിച്ചാൽ അദ്ദേഹം ഈ കളിക്കളത്തിലെ ഒരു പവർ ഹൗസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു പവർ ഹൗസ് എന്ന നിലയിൽ VD സതീശനും ഈ വിജയത്തിൽ, പാലക്കാട്ടെ വിജയത്തിൽ, വയനാട് സ്വാഭാവികമായും വയനാട് നേടിയെടുക്കുന്ന വലിയ ഭൂരിപക്ഷത്തിലൊക്കെ അതിന്റെ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ കൃത്യമായിട്ടും VD സതീശന് ഏറെ അഭിമാനിക്കാനുണ്ട്. അതുപോലെ തന്റെ പിൻഗാമിയെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി ഷാഫി പറമ്പിൽ മാറുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഷാഫി പറമ്പിൽ തീർച്ചയായും വരും കാലങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഒരു നേതാവ് തന്നെയായി, കൂടുതൽ കരുത്തനായി പരുവപ്പെടുന്നു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു.